ഹലോ ഗൈസ്, ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുന്നു. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഇറാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ ഇറാൻ പാകിസ്ഥാനുമായിട്ട് സഹകരിച്ചിട്ട് ആണവായുധം പ്രയോഗിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ കൊടുമ്പിരി കൊണ്ട ചർച്ച ഇൻ്റർനാഷണൽ ലെവലിലെ മാധ്യമങ്ങളിലും നമ്മുടെ നാഷണൽ മാധ്യമങ്ങളിലും നമ്മുടെ കേരളത്തിലും കൊച്ചു കേരളത്തിലും ചർച്ചയാവുന്നുണ്ട്. എന്നാൽ ഈ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകളിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഉണ്ണി വാവ വ്ളോഗ്സിലെ ഒരു ദാരുണ ആത്മഹത്യയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാനിതിങ്ങനെ ആദ്യം ഈ ഒരു മുഖവര ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാലസ്തീൻ ഇസ്രായേൽ ആക്രമണം അഥവാ യുദ്ധം തുടങ്ങിയിട്ട് നിലവിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് ഇന്നേ ദിവസം ഒരു വർഷം പിന്നിടുമ്പോൾ ഏതാണ്ട് 40,000-ലധികം ആൾക്കാർ പാലസ്തീനിൽ കൊച്ചുകുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു ഒന്നടങ്കം നഷ്ടപ്പെടുന്ന പല കുടുംബങ്ങളും പൂർണ്ണമായിട്ടും കുറ്റിയേറ്റ് പോവുക എന്ന് പറയുന്നത് പോലത്തെ കാര്യം സംഭവിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു വിഷയം തുടങ്ങുന്നത് ഇസ്രായേലിലേക്ക് ഇതേ വർഷത്തിന് ഒരു വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് ഹമാസ് നടത്തിയിട്ടുള്ളൊരു മിന്നലാക്രമണമായിരുന്നു. അന്ന് 1200-ഓളം പേരെ അവിടെ ചെന്ന് കൊല്ലുകയും അതിൽ നിന്ന് കുറച്ച് 200-ലധികം പേരെ ബന്ദികളാക്കി തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തതിൽ തുടർന്നാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. ഇത് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഉണ്ണിവാവ വ്ളോഗ്സ് ചർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദേശ രാജ്യത്തിരുന്നു കൊണ്ട് ഒരു വ്യക്തി അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നു. അത് മറ്റൊരു രാജ്യത്തിൽ വെച്ച് സംഭവിച്ചതായതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. അതേ തുടർന്ന് ആ ഒരു ചാനലിൽ ആ അമ്മയ്ക്കും മക്കൾക്കും വന്നിരുന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക്കിലേക്ക് ഈ ഒരു കാര്യം ഞങ്ങൾ ഇതിനകത്ത് നിരപരാധികളാണ് എന്ന് പറയേണ്ടി വരുന്നു. എന്നാൽ അവരെ ഓണത്തിന് ശേഷം, ഇദ്ദേഹത്തിൻ്റെ മരണവും കഴിഞ്ഞ് ഓണത്തിന് ശേഷം, അദ്ദേഹം മരിക്കുന്നത് ഓണത്തിന് ശേഷമാണെന്ന് തോന്നുന്നു, ആ ഓണ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ഇവർ പിന്നീട് പോസ്റ്റ് ചെയ്യുമ്പോൾ മരണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ സന്തോഷം, അഴിഞ്ഞാട്ടം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ വിമർശിക്കുന്നു. അതിനുശേഷം ഇവർ വളരെ വിഷമത്തോടു കൂടി ഒന്ന് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് സംസാരിക്കുന്നു. ആ ഒരു കാര്യത്തിനകത്ത് അവർ നിരപരാധികളാണ്, അവർക്ക് അറിയത്തില്ല എന്തോ കാര്യം, പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. വളരെ ബഹുദൂരമുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാനത് കാണാൻ നിന്നില്ല. പലരുടെയും ചില വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായതാണ്. അപ്പോൾ വിദേശത്ത് മരണപ്പെട്ടിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് ഇവർ കാരണം അദ്ദേഹം സൂയിസൈഡ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് പറയുന്നത് അതൊക്കെ അന്വേഷണത്തിലൂടെ പോലീസോ അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള നിയമ സംവിധാനത്തിലൂടെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അതിൽ നമ്മളൊക്കെ ചർച്ച ചെയ്യണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. 2, മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ അമ്മ വന്ന് ചർച്ച ചെയ്യുന്നു. അദ്ദേഹം ആ ഒരു അമ്മ ഈ ഒരു ഫാമിലിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, ഈ ഒരു വിധവയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. സ്വാഭാവികം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു വഴക്കും കുടുംബ പ്രശ്നവും അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായിട്ട് കാണുന്നു. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പ്രസ്തുത പോയിൻ്റ്, ഇപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് ഫാമിലി വ്ളോഗുകളായിക്കോട്ടെ, മറ്റെന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് തരത്തിലുള്ള വീഡിയോസ് ആയിക്കോട്ടെ, ഒരു കലാകാരൻ്റെ ഒരു ചാനലിനകത്തുള്ള വീഡിയോ ആയിക്കോട്ടെ, എന്ത് വീഡിയോ കണ്ടിരുന്നാലും ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ നിങ്ങളത് കാണുക, അല്ലെങ്കിൽ നിങ്ങളത് ആ വഴിക്ക് പോകാതിരിക്കുക. ഇനി 2, ഇവരുടെ കുടുംബത്തിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചാലും നിങ്ങളെയോ എന്നെയോ അതൊരിക്കലും ബാധിക്കാൻ പോകുന്നില്ല, ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഫോൺ ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് അവരുടെ കുടുംബജീവിതം നമ്മളൊരിക്കലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അകാരണമായി നമ്മളൊരാളെ കല്ലെറിയാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് അതിനകത്തുള്ള കാര്യങ്ങളിൽ നിയമ സംവിധാനമോ അതിനകത്തുള്ള സത്യമോ നമ്മുടെ മുമ്പിലേക്ക് എത്താത്തിടത്തോളം കാലം ആര് പറയുന്ന വാക്ക് കേട്ടിട്ടാണെങ്കിലും ഉടനെ തന്നെ മഴുവെടുത്തുകൊണ്ട് അവരെ കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അതിപ്പോൾ ഉണ്ണിവാവ വ്ളോഗ്സിനെ കണ്ടിഷ്ടപ്പെട്ടവർ ചിലപ്പോൾ അവരുടെ ഹാപ്പിനെസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടായിരിക്കാം കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇനി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുക. അതേസമയത്ത് ഈ മരണപ്പെട്ടവർ ബന്ധപ്പെട്ട ദുരൂഹത നിലനിൽക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയല്ല ഇനി ആരുമെന്ന് പറഞ്ഞിരുന്നാലും അതിനകത്തുള്ള സത്യാവസ്ഥ അന്വേഷണത്തിലൂടെ കണ്ടെത്താത്തടത്തോളം കാലം, അതിന് തെളിവില്ലാത്തടത്തോളം കാലം അവരെ കല്ലെറിയുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാനൊന്നും പറ്റത്തില്ല. അവർ സന്തോഷത്തോടെ നടക്കുന്നു എന്നുള്ളതാണ് കുറ്റമെങ്കിൽ ഈ ലോകത്ത് മരണപ്പെട്ട, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, അതായത് ഇന്ന് ഈ നിമിഷം അഥവാ ഈ ദിവസം ഒരു വർഷം പിന്നിടുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ വളരെ കാലാകാലമായിട്ട് തുടങ്ങി, ഓട്ടോമൻ എംപയർ തുടങ്ങി ആ കാലത്തിന് ശേഷം ബ്രിട്ടീഷുകാർ വന്ന് വിഭജനം നടത്തി. വിഭജനത്തിൻ്റെ 2 സ്ഥലത്ത് നമ്മുടെ ഈ പാലസ്തീൻ എന്നുള്ള പ്രദേശത്തിന് 2 ഗാസയും മറ്റു സ്ഥലങ്ങളിലേക്ക് ഇതിൻ്റെ 2 മുനമ്പിലേക്ക് കൊണ്ട് മാറ്റിവെച്ച് നിരന്തരം ഒരു അടിയുണ്ടാക്കണമെന്നുള്ള രീതിയിൽ അന്ന് ചിന്തിച്ചത് മുതൽ ഇന്ന് വരെ ആ സ്ഥലത്ത് കൊല്ലപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. പണ്ട് നമ്മുടെ 2ാം ലോക മഹായുദ്ധ കാലത്ത് അഡോൾഫ് ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കുരി നടത്തിയിട്ട് ആ
ജൂതന്മാർ പിന്നീട് ആ സ്ഥലത്തേക്ക് വരുമ്പോഴേക്കും ആ ഒരു ജൂതന്മാരുടെ മുന്നേറ്റം അവരുടെ പല സമയങ്ങളിലായിട്ട് അറബ് രാജ്യങ്ങൾ ആക്രമിക്കാൻ വരുമ്പോഴേക്കും അവർ ചെറുത്തു നിന്ന് ഇന്ന് ലോകത്തിലെ വലിയൊരു ശക്തിയായിട്ട് മാറുമ്പോൾ ആ രാജ്യത്തിൻ്റെ അകത്തേക്ക് കടന്നു കയറി ഹമാസിൻ്റെ ആക്രമണം കാരണം തിരിച്ച് പാലസ്തീനിലേക്ക്, അതിനുശേഷം ഗസയിലേക്ക്, അതിനുശേഷം ഇപ്പോൾ ഇറാനിലേക്ക്, ലെബനനിലേക്ക് ഈ ഒരു യുദ്ധം അങ്ങ് പടർന്ന് പന്തലിച്ച് 1 വർഷം പിന്നിടുമ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അകാരണമായി കൊല്ലപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് 40,000-ലധികം ജീവനുകളാണ്. 40,000-ലധികം ജീവനുകളെ കുറിച്ച് നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരെ മരണത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, കൊല്ലപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു സംഭവങ്ങളെക്കുറിച്ചൊന്നും നമ്മളെങ്കിലും അധികം ബോധർ ചെയ്യുന്നില്ല. അത് നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് അത്ര നല്ല കാര്യമാണോ? നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് നിങ്ങളും ഞാനും അടങ്ങുന്ന എല്ലാ ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് നിൽക്കുന്നവരാണെന്നുള്ളൊരു ബോധത്തിലാണ്. പക്ഷേ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത്, ആ ഒരു ബോധത്തിൻ്റെ പുറത്ത് മാറി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രാജ്യത്തിൻ്റെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിരിക്കും. നിങ്ങളും അറിയണം, നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ളതും രാജ്യത്തിൻ്റെ പുറത്തുള്ളതും നാഷണൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയണം. കൊറോണ എന്നുള്ളൊരു മഹാമാരി വന്നത് ചൈനയിൽ നിന്നാണ്. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും നമ്മുടെ ഇൻ്റർനാഷണൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു വിഷയം ഇപ്പം ഗുരുതരമായിട്ട് നിൽക്കുന്ന ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ എല്ലാവരും അഡ്രസ്സ് ചെയ്ത് പോകണം. കാരണം ഇത് ആണവ യുദ്ധത്തിലേക്ക് എങ്ങാനും പോകുമ്പോൾ എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. അതായത് ഇറാനിൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അടുത്ത് യുദ്ധം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശക്തമായിട്ട് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഇസ്രായേൽ, ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ചൊക്കെ അറിയാം. അയാൾ വളരെ പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു കാര്യം, അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നും ആണവ ആയുധങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ ഇറാൻ. അപ്പം മൊത്തത്തിൽ ഇത് നമ്മുടെ ലോകത്തിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം നടക്കുമ്പോൾ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ ഈ ഉണ്ണിവാവ വ്ളോഗ്സ് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് അവരുടെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് ആർക്കും അറിയാത്തത് കൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഭാഗം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് ചിലപ്പോൾ ആർക്കെങ്കിലും എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന സൈബർ ബുള്ളിങ് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും. അതുകൊണ്ട് ദയവായി ആ ഒരു കാര്യത്തിനെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ കാര്യമറിയാതെ വാളെടുക്കുന്നതിന് മുമ്പ് ഒന്ന് കാര്യം അറിയാൻ ശ്രമിക്കുക. അതിനെക്കാട്ടിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഉണ്ണിവാവ വ്ളോഗ്സിൽ മാത്രമല്ല, സാധാരണ കുടുംബ ജീവിതത്തിലെ ഇരു സൈഡും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ ഇവിടെ നിരന്തരമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്തുകൊണ്ട് നമ്മൾ ആരും ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളത് അറിയുന്നില്ല. അതേസമയത്ത് സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു വ്യക്തിയാണ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. സോ അത് നമ്മുടെ തന്നെ ഒരു ഹിപ്പോക്രസിയാണ്, നമ്മുടെ തന്നെ ഒരു ഇരട്ടത്താപ്പാണ്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കാണും, നമ്മൾ ആവശ്യമില്ലാത്ത നമ്മൾ കാണത്തില്ല. വാട്ട് അബൌട്ട് ട്രീ എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഇവിടെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഈ ഒരു ലോകം തന്നെ ഉറ്റുനോക്കുന്നൊരു വലിയൊരു യുദ്ധം, അത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമാണ്. അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്തുകൊണ്ട് ഇസ്രായേലിനെ നമുക്കൊരു വെറുപ്പ് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ കൊന്നതിൻ്റെ അകത്ത് സിവിലിയൻസ് വരുന്നു. അതിനകത്ത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം, സ്ത്രീകളടക്കം വളരെയധികം ഗുരുതരമായി കൂട്ടക്കുരുതി നടത്തുന്നു. എന്നാൽ ഇതിനകത്ത് ഇസ്രായേലിനെ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം നടന്നിട്ടുള്ള ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഹമാസ് അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടാണ്. അങ്ങോട്ട് കയറി അതിൻ്റെ അകത്ത് കയറി അതിക്രമിച്ച് മിന്നലാക്രമണം നടത്തി അവിടെ നിന്ന് 1200 പേരെ കൊന്ന് അതിനുശേഷം 10-200 പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി സിവിലിയൻസ് താമസിക്കുന്ന അല്ലെങ്കിൽ സിവിലിയൻസിനെ താമസിപ്പിച്ചിരിക്കുന്നതിന് താഴെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ തലവന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെ വന്ന് താമസിച്ച് അതിനകത്ത് ഈ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി ഇവിടെ മിസൈൽ പതിക്കും എന്നുള്ള കാര്യം ഇസ്രായേൽ കൊടുത്ത നിബന്ധനകളും അവർ കൊടുത്ത അറിയിപ്പുകളെയും വകവയ്ക്കാതെ അവിടുത്തെ വ്യക്തികളെ അവിടെ തന്നെ പിടിച്ചു നിർത്തി അങ്ങനെ അവരെ തന്നെ കുരുതിക്ക് വിധേയരാക്കേണ്ടി വന്നൊരു സാഹചര്യം. ടണലുകൾ തകർക്കപ്പെടുന്നു, അതോടൊപ്പം തന്നെ ആശുപത്രികൾ തകർക്കപ്പെടുന്നു, വിദ്യാലയങ്ങൾ തകർക്കപ്പെടുന്നു. ഓരോ വാറിനും UN കൊടുത്തിട്ടുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തുന്ന ഒരു യുദ്ധമായിട്ടാണ് ഏകപക്ഷീയമായിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇസ്രായേൽ കടന്നു പോയിട്ടുള്ളത്. എന്നാൽ ഇസ്രായേലിന് അതിൻ്റെയുള്ള കാരണങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ മുൻ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ 1-ന് 10, 10-ന് 100 എന്നുള്ള രീതിയിലേക്ക് തന്നെ പോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറാൻ ആക്രമിച്ചിരിക്കുന്നു. ആ ഇറാൻ്റെ ആക്രമണത്തിന് തിരിച്ചടി വളരെ ഗുരുതരമായിരിക്കും എന്നുള്ളൊരു കാര്യവും അതിനെ ഇറാൻ്റെ ജനതയെ അവിടെ നിന്ന് ഈ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടെ നെതന്യാഹു പറഞ്ഞതിലൂടെ നമ്മൾ ചിന്തിക്കണം. ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബൃഹത്തായ വളരെ വലിയൊരു യുദ്ധമാണ്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചു ഇത്രയും കാലം എങ്ങനെ നീണ്ടു നിൽക്കും. അയൺ ഡോം സിസ്റ്റം ഒക്കെ മറ്റുള്ള കൈവച്ചിട്ടുള്ള നമ്മുടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഓരോ അയൺ ഡോമിൻ്റെ ഓരോ മിസൈലുകൾക്കും വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മില്യണോളം വരുന്ന എമൗണ്ട് ആണ്. ഈ ദിവസങ്ങളിൽ വരെ അവർ 10,000 ആണ് അവർ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞത്. അപ്പോൾ എത്രമാത്രം ട്രില്യൺ കണക്കിന് ഡോളേഴ്സാണ് അവിടെ ചിലവാക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ ഈ നമുക്കൊന്നും അറിയാത്ത ഉണ്ണിവാവ വ്ളോഗ്സ് ആയിക്കോട്ടെ, നിലവിൽ RK മാൾ എന്ന് പറയുന്ന കൊല്ലത്തൊരു സ്ഥാപനത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം അത് നടക്കുന്നു. ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ നടക്കുന്നു. നമുക്ക് ചിലതൊക്കെ അഡ്രസ്സ് ചെയ്ത് പോകുന്നു. എങ്കിലും നമ്മൾ യുവതലമുറ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ അതിനെക്കാട്ടിലും ഗുരുതരമായ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമ്മളെല്ലാവരെയും ബാധിക്കാൻ സാധ്യതയുള്ള, വിലക്കയറ്റം വന്നേക്കാൻ സാധ്യതയുള്ള, നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളും ഇവിടെ നടന്നു പോകുന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മുടെ യുവജനത, യുവതലമുറ ദയവായി മനസ്സിലാക്കുക. മസാലകളിലേക്കും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നമ്മുടെ പല ചർച്ചകളും പണ്ടുള്ള കാലങ്ങളിൽ നമുക്ക് ഈ പരദൂഷണം എന്ന് പറയുന്നൊരു കാര്യം, മറ്റൊരാളെ ഇങ്ങനെ ദുഷിക്കുക എന്നുള്ളൊരു പരിപാടി, അതിനെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ട് മറ്റ് വീടുകളിലേക്ക് പോകുന്ന ആൾക്കാരെ കുറിച്ചായിരുന്നു. എന്നാൽ ഇന്ന് മോഡേൺ ലെവലിൽ ഈ ടെക്നോളജി വളർന്ന കാലത്ത് സത്യം പറഞ്ഞാൽ യൂട്യൂബും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളും ഈ പറയുന്ന പരദൂഷണത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു. അടുത്ത തലമുറയിൽപ്പെട്ട ആൾക്കാരെ പോലും ആ ഒരു കാര്യത്തിലേക്ക് മാറ്റുന്നു. നിരന്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാനുള്ള താല്പര്യം, ആ ടെൻഡൻസി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ആ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നതിലൂടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ട് ഒരു തലമുറ വീണ്ടും ഇതിനകത്തേക്ക് ആകൃഷ്ടരായി അവരുടെ അടുത്ത തലമുറയും കൂടെ നശിപ്പിക്കുന്ന രീതിയിലേക്ക്, ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാതെ നെഗറ്റീവിലേക്ക് മാത്രം അവരെ കൊണ്ട് തള്ളിവിടുന്നതിനപ്പുറം ക്രിയേറ്റീവായിട്ട്, നമ്മുടെ സർഗാത്മകമായിട്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മുടെ ഈ രാജ്യത്തിനും നമ്മുടെ ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും അതിന് ന്യൂസ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അറിയാനും നമ്മുടെ കുട്ടികളെയും കൂടെ തയ്യാറാക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് എല്ലാവരോടും പറയുന്നു. സോ എന്തായിരുന്നാലും ഉണ്ണിവാവ വ്ളോഗ്സിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള രീതിയിലൂടെ അന്വേഷണത്തിലൂടെ തെളിയട്ടെ. അവർക്ക് ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർ ആരെങ്കിലും ആണെങ്കിൽ അതിനുള്ള തക്കതായ ശിക്ഷ കിട്ടട്ടെ. ഇനി അമ്മ അവർക്കെതിരെ പറഞ്ഞു, ഇനി അമ്മയ്ക്കെതിരെ ഇവർ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറയുന്നതിനപ്പുറം ഇതിനകത്തുള്ള സത്യം നിങ്ങൾക്കോ എനിക്കോ അറിയാത്തടത്തോളം കാലം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതിനെക്കാട്ടിലും ഗുരുതരമായ പ്രശ്നം നമുക്ക് ചുറ്റും നടക്കുന്നു എന്നുള്ള കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ഗൈസ്.